ഹലോ. അപ്പൊ ഇന്ന് രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ ഇന്ന് എന്താന്ന് ഉണ്ടാക്കുന്ന വെച്ചാൽ ചപ്പാത്തി, പിന്നെ ഇതാ കടലക്കറി ഉണ്ടാക്കണത്. ഇപ്പൊ ചപ്പാത്തി ഞാൻ എന്നും ഉണ്ടാക്കണ പോലെ അല്ലാതെ ഉണ്ടാക്കണം, വേറെ രീതിയിലാണ് ഉണ്ടാക്കണം. ഇത് എന്താ പറയാ, യൂട്യൂബിൽ ചേച്ചി ഉണ്ടാക്കണം കണ്ടതാ. അപ്പൊ അതാ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ നന്നായി കട്ടല്ലാണ്ട് ഉടയ്ക്കുക. എന്നിട്ട് വെള്ളയപ്പത്തിനൊക്കെ തരി കാച്ചില്ലേ നിങ്ങൾ? ഇപ്പൊ പിന്നെ ചോറ് ഇടുക. മുന്നേയൊക്കെ വെള്ളയപ്പത്തിന് ഇങ്ങനെ അരിപ്പൊടി കാച്ചി കുറുക്കിയിട്ടൊക്കെ ഇട്ടായിരുന്നു. അതേപോലെയാണ് ചെയ്യണത്. ഗോതമ്പ് പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കണം. ഇന്ന് എന്താ അറിയോ, ഒന്ന് മോൻ സ്കൂളിൽ പോയിട്ടില്ല. ഇന്ന് അവിടെ എലക്ഷൻ നടക്കുകയാണ്. ഇന്നും ഇന്നലെയൊക്കെ എലക്ഷൻ നടക്കുക. അപ്പൊ ഇന്ന് അവന് ലീവാണ്. അതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ വഴുകി. അപ്പൊ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ഇന്നലെ രാത്രി ഞാൻ കടല വെള്ളത്തിലിടാൻ മറന്നു, അങ്ങനെ പോയി കിടന്നു. പിന്നെ ഇന്ന് രാവിലെ 5 മണിക്ക് എണീച്ചപ്പോഴാണ് കടല വെള്ളത്തിലിട്ടത്. അതുകൊണ്ട് ഇപ്പൊ അതൊരു 25-30 വിസിലാവുകൊണ്ട് വരുന്ന തോന്നണത് വെള്ളം കിട്ടണമെങ്കിൽ. അപ്പൊ ഇത് കുറുക്കിയിട്ട് ഇതില് ഗോതമ്പ് പൊടി ഇട്ട് ഇളക്കണം. കൊടുക്കട്ടെ. എന്തൊക്കെ ഉണ്ട് രാവിലത്തെ വിശേഷങ്ങള്? ഇതൊക്കെ പലഹാരങ്ങളാണ് ഉണ്ടാക്കുക. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോണ തിരക്കും, നല്ല തിരക്കല്ലേ ഉള്ളൂ. തിരക്കല്ലേ അല്ലേ? ഗോതമ്പ് പൊടി ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗോതമ്പ് പൊടിയൊക്കെ. റേഷൻ കടയിൽ നിന്ന് ഒരു മാസം 3 പാക്കറ്റ് ഗോതമ്പ് പൊടി കിട്ടും. അപ്പൊ ഞങ്ങൾ ആ 3 പാക്കറ്റ് വാങ്ങും. പക്ഷെ ഇത് നമ്മൾ ചെരിച്ചിട്ടൊക്കെ ഒന്നിച്ചൊരു പാത്രത്തിലാക്കി വേഗം പുഴു വരിക. എനിക്കറിയില്ലയോ റേഷൻ കടയിലത്തെ ഗോതമ്പ് പൊടി അങ്ങനെ നല്ല പൊടിയാവും. പക്ഷെ ഒന്നിച്ച് പൊട്ടിച്ചിട്ട് ചെരിച്ചിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ട് നമ്മൾ എടുക്കാൻ വഴിയ വേഗം പുഴു വരിക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ വേണ്ടത് മാത്രം എടുത്ത് ചെരിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കുക ചെയ്യുക. അപ്പോഴത്തേക്ക് ചെരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെല്ലട അറിയില്ലേ നിങ്ങൾക്ക്? എന്തിന് ചെല്ലട? ഞങ്ങളിതിന് ചെല്ലടാന്നാ പറയാ. ഇതിലിങ്ങനെ ഇട്ട് ചെരിക്കുക ചെയ്യാം. ഓരോരോ നാട്ടിൽ ഓരോരോ പേരല്ല. അത് ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് വേണം കുഴയ്ക്കാൻ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴയ്ക്കും. ഉള്ളിയും മുളകൊക്കെ കുത്തി വറുത്തിട്ടിട്ടാണ് ഇവിടെ കടലക്കറി. ഇവിടുത്തെ ഈ നാട്ടിലൊക്കെ കടലക്കറി പറഞ്ഞാൽ മസാല മല്ലി മുളകും നാളികേരൊക്കെ വറുത്തരച്ച് അങ്ങനെയുള്ള കടലക്കറിയാണ്. പക്ഷെ അച്ഛനും മോനും ഇങ്ങനത്തെ കടലക്കറിയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനത്തെ കടലക്കറി ഉണ്ടാക്കും. കാരണം എനിക്ക് പിന്നെ വേറെ കറി ഉണ്ടാക്കണല്ലോ. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ കറി കൂട്ടിയിട്ട് കഴിക്കും. അപ്പം ചപ്പാത്തിയൊക്കെ കുഴച്ചിട്ട് ഇതാ ഉരുളേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വട്ടാവാൻ എനിക്കറിയില്ല കേട്ടോ. വട്ടാക്കാൻ ഓരോരോ ഷേപ്പിലാണ് ചപ്പാത്തി ഉണ്ടാക്കുക. ഇപ്പൊ കുറച്ചൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു ലേശം വട്ടൊക്കെ ആവാറുണ്ട്. മറ്റത് ഒട്ടും ആയിരുന്നില്ല. ശ്രദ്ധിക്കാത്തോണ്ടാണ് സംഭവം. ശ്രദ്ധിച്ചാ ആവുമൊക്കെ ചെയ്യും. ഇപ്പൊ കറി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളിയുടെ ആവശ്യമുണ്ട്. കാരണം ഇത് കൊഴുപ്പുണ്ടാവില്ല. അപ്പൊ ഞാനൊരു തക്കാളി ഇതിൽ അരച്ച് ചേർക്കാറുണ്ട്. അപ്പൊ തക്കാളി കടയിൽ പോയിട്ട് എന്നിട്ട് വാങ്ങിക്കൊടുത്തിട്ട് വേണം കടലക്കറി ഉണ്ടാക്കാൻ. അപ്പൊ ചപ്പാത്തി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ കടല വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിരിക്കുന്നു കടല. ഇതാണല്ലേ, കടലൊക്കെ നന്നായി വെന്തുണ്ട്. ആ ഉള്ളിയും മുളകും എത്തിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് തക്കാളി അരച്ചിട്ടുണ്ട്. ഒരു കഷ്ണം തക്കാളി എടുത്തിട്ടുള്ളൂ. ഒന്നിന്റെ പകുതി തക്കാളി. മുളക് ചതച്ചത്. കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തക്കാളി അരച്ചിട്ട് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കൊഴുപ്പുണ്ടാവില്ല. ചപ്പാത്തിക്കൊക്കെ കറി കൊഴുപ്പ് വേണ്ട, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല, വെള്ളം പോലെ. അതിന് വേണ്ടിയിട്ടാണ് തക്കാളി അരച്ചിട്ടിരിക്കുന്നത്. അത് നന്നായി മൂത്തിട്ടുണ്ട്. ഇതാ തക്കാളി ഒഴിക്കുക. തക്കാളി അരച്ചത്. പിന്നെതാ കടല വേവിച്ചത്. ഞാൻ കുറച്ചാടുള്ളൂ, കാരണം എന്നിട്ടും വളരെ കമ്മി ഉപ്പാണ് കഴിക്കുക. പിന്നെ ഞാൻ കുറച്ച് വേറെ എടുത്തിട്ട് എനിക്ക് ഉപ്പ് ഇടും. എനിക്ക് അങ്ങനെ ഉപ്പില്ലാണ്ട് കഴിക്കാറില്ല. അതിന് വളരെ കമ്മി ഉപ്പാടുള്ളൂ. ഞാനില്ലേ ഉപ്പല്ലേ നല്ല. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നന്നായി കൊഴുക്കും. അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ചേർക്കുന്നത്. പിന്നെ ഞങ്ങളുടെ മിക്സിയുടെ കാര്യം പറഞ്ഞുതരാം.
ഈ മിക്സി ഏകദേശം മിക്സി കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോ എന്നിട്ട് വാങ്ങി തന്ന മിക്സിയാണ്. ഇതിന് ഇന്നേ വരെ യാതൊരു കംപ്ലൈന്റും വന്നിട്ടില്ല. ജാറ് ഇങ്ങനെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. കാരണം അതിന്റെ അതേപോലെ പൊട്ടൊക്കെ ചെയ്യുമ്പോ ജാറ് മാറ്റും. അതുകൊണ്ട് മിക്സിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല. സുജാത മിക്സിയാണ്, യാതൊരു കംപ്ലൈന്റും വരാത്തൊരു മിക്സിയാണ്. അന്ന് മുതൽ ഇന്നേ വരെ യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. അല്ലേ ചേട്ടാ? ഇനിയിപ്പോ ഇല്ലാതെ പറഞ്ഞ് നീ കംപ്ലൈന്റ് വരുമോന്ന് അറിയില്ല. നന്നായി തിളക്കട്ടെ കേട്ടോ. പിന്നെ ഇതാ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാണ്. ചപ്പാത്തി കണ്ടോ പരത്തിയിട്ടുള്ള ഷേപ്പ്? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചപ്പാത്തി പരത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കല്ലെല്ലാം ചൂടായിട്ടില്ല. കടലക്കറി നന്നായി തിളച്ചു. അപ്പൊ ഇങ്ങനെ കടലക്കറി വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂട്ടോ. പിന്നെ ആ ചപ്പാത്തി പൊള്ളക്കണൊക്കെ ഉണ്ട് നന്നായിട്ട്. ബലം ഉണ്ടോന്നുള്ളത് നോക്കണം. കുഴപ്പമില്ലാണ്ട് പൊള്ളക്കണുണ്ട്. മുന്നേ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അങ്ങനെ അറിഞ്ഞിരുന്നു കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുമ്പോ എപ്പോഴും നല്ല ബലം ഉണ്ടാക്കുക. പിന്നെ അതിങ്ങനെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പപ്പടം പോലെ ആവും. പപ്പടം നമ്മൾ ചുടില്ല, അതേപോലെ ആവും. ഇപ്പോഴാണ് ശരിയായിരിക്കുന്നത്. കുറച്ചായിട്ടുള്ളൂ ചപ്പാത്തി ശരിയായിട്ട്. മോൻ കഴിക്കുമ്പോ പറയാം, അമ്മക്ക് ഈ ചപ്പാത്തി വേണ്ടത് എന്താ അങ്ങനത്തെ ചപ്പാത്തി ചോദിക്കും. ചപ്പാത്തി ബലം ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഒട്ടും ബലമില്ല കേട്ടോ. നല്ല സ്മൂത്ത് ചപ്പാത്തി. അപ്പൊ ഇനി ചപ്പാത്തി ഉണ്ടാക്കണവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. അപ്പൊ വീണ്ടും കാണാം.